തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഷാജി കൈലാസിൻ്റെ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസ് ഷോട്ടുകളായിരിക്കും. അപ്പോൾ ഫേസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. ജോയിച്ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീര നടനാണ്. അപ്പോൾ അത് നമുക്കൊരു വാഴുന്നൂർ ലേലമൊക്കെ വീണ്ടും വന്നതുപോലെ തോന്നുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു മൂഡ് സിനിമയാണ്. ഷാജി കൈലാസ് ജോഷി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും ഗംഭീര സിനിമകൾ ചെയ്യുന്നവരാണ്. കാരണം മാസ് സിനിമ ചെയ്യുന്നതാണ് രണ്ടുപേരുടെയും സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കടുവ കഴിഞ്ഞതിന് ശേഷം അത്തരത്തിലുള്ള സിനിമയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതിൽ ജോജു ചേട്ടൻ എന്തായാലും തകർത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം കിട്ടിയ ക്യാരക്ടർ ഗംഭീര ക്യാരക്ടറാണ്, സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജോഷി സാറിന് അത്ര ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഞാൻ തീർത്തും പറയും. ഗംഭീര സിനിമയാണ്, പക്ഷേ ജോജു അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി, ജോജു ഇതുപോലെ ആർട്ടിസ്റ്റിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം മറ്റാർക്കും കിട്ടാത്ത ഒരു എന്താ പറയുക ഒരു ബിൽഡ് ജോജു ജോർജിന് കിട്ടിയിട്ടുണ്ട്. അതിന് എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷി സാറാണ് ജോജുവിനെ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഷാജി കൈലാസ് അത്രത്തോളം ഉപയോഗിച്ചിട്ടില്ലെന്ന് എനിക്ക് പറയേണ്ടി വരും. പക്ഷേ ഗംഭീര സിനിമയാണ്, നിങ്ങൾ കാണുക. പ്രേക്ഷകരുടെ മാസ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പൊളിയാണ്. ജോജു പൊളിയാണ്. ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നന്നായിരിക്കും ഫേസിന്. കാരണം ഏറ്റവും കൂടുതലും ഷാജി കൈലാസിൻ്റെ സിനിമകളുടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ക്ലോസ് ഷോട്ടുകളാണ്. അപ്പം ഫേസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ആ ഫേസിലാണ് നമ്മളൊരു ആർട്ടിസ്റ്റോട് നമുക്കൊരു കാണുന്ന പ്രേക്ഷകന് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നന്നായിരിക്കും. ജോജു ചേട്ടൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഗംഭീര സിനിമയായിരിക്കും. എല്ലാ ആൾക്കാർ കുറെ വന്നിട്ടുണ്ടല്ലോ, അവർ ഇത് തള്ളാൻ വേണ്ടി പറയല്ല. കണ്ണിട്ട് വള്ളം വന്ന് മറ്റാളെ പോലെ മൂത്രമൊന്നും പോയിട്ടില്ല. ഇത് ഇപ്രാവശ്യം തന്നെ കയറും, അതിൽ സംശയമില്ല. എടുക്കാച്ച ഇവിടെ വന്നിട്ട് പറയുകയാണെങ്കിൽ പടം അങ്ങോട്ട് പോകും. അത് വേറെ ഒപ്പില്ല. പക്ഷെ നല്ല കഥ ഉണ്ട്, ബീജി ഉണ്ട്. ജോജോടെ ഇത്ര കൊല്ലം ഇപ്പോൾ വേറൊരു പടം വരുന്നുണ്ട്. പക്ഷെ ഇത് അതിനാട്ടി കഴിച്ചു വെക്കും. അല്ലെങ്കിൽ അടിയാണോ വൈബ് അടി. പിന്നെ ബാബുരാജ്, പിന്നെ നമ്മൾ ശ്രീനിവാസന്റെ മോൻ, അല്ല സോറി ഹരിശ്രേഷ്ഠന്റെ മോൻ. പക്ഷെ ഇത് ഒരു വെറൈറ്റി ഇതിൽ